മലപ്പുറം വാണിയമ്പലത്തെ പെൺകുട്ടിയുടെ മരണത്തിൽ ഞെട്ടൽ മാറാതെ ബന്ധുക്കൾ. കൃത്യം നടത്തിയത് ആൺ സുഹൃത്ത്. ബലാത്സംഗത്തിന് ശേഷം കഴുത്തിനെരിച്ചായിരുന്നു കൊലപാതകം. മലപ്പുറം വാണിയമ്പലം തൊടികപ്പുലത്ത് 14-കാരിയെ കുറ്റിക്കാട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടൽ മാറാതെ ബന്ധുക്കളും നാട്ടുകാരും. യൂണിഫോമിൽ കഴിഞ്ഞ ദിവസം സ്കൂളിന് മുന്നിലെത്തിയ പെൺകുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. രാവിലെ തന്നെ പെൺകുട്ടിയെ കാണാതായെങ്കിലും വൈകിട്ടോടെയാണ് വിവരം അറിയുന്നതും തിരച്ചിൽ ആരംഭിക്കുന്നതും. പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നും 15 കിലോമീറ്ററോളം ദൂരമുള്ള വാണിയമ്പലത്തിനടുത്തുള്ള പ്രദേശത്താണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കാട് മൂടിയ ഒറ്റപ്പെട്ട പ്രദേശത്തായിരുന്നു മൃതദേഹം. കൈകൾ കെട്ടിയ നിലയിലായിരുന്നു. +1 വിദ്യാർത്ഥിയായ 16-കാരനെ സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു പ്രതി തന്നെ മൃതദേഹം കാണിച്ചു കൊടുത്തത്. ശേഷം നടന്ന ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. കഴുത്തിനെരിച്ചായിരുന്നു കൊലപാതകം. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി വിദ്യാർത്ഥി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.